നമസ്കാരം. അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ മേയറായി സൊഹ്റാൻ മംദാനിയെ തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലണ്ടൻ മേയർ സർ സാദിഖ് ഖാനുമായുള്ള തർക്കങ്ങൾ ഇനിയും മൂർച്ഛിക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസം സർ സാദിഖ് ഖാൻ ഒരു പ്രസ്താവനയിൽ ന്യൂയോർക്കിലെ ജനങ്ങളോട് മംദാനിയെ വിജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തിരുന്നു. നേരത്തെ ഡൊണാൾഡ് ട്രംപുമായി നിരവധി വിഷയങ്ങളിൽ തർക്കം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സർ സാദിഖ് ഖാൻ. ട്രംപാകട്ടെ സർ സാദിഖ് ഖാനെ തരം കിട്ടുന്നിടത്ത് എല്ലാം തന്നെ വിമർശിക്കുന്നത് പതിവാക്കിയിരുന്നു. ശരീഅത്ത് നിയമം ലണ്ടനിൽ നടപ്പാക്കാൻ പോകുന്ന വ്യക്തിയാണ് ഈ മേയർ എന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചിരുന്നു. ഇതൊക്കെ തന്നെ ട്രംപിൻ്റെ വർഗീയ നിലപാടിൻ്റെ ഭാഗമാണെന്ന് സാദിഖ് ഖാൻ്റെ അനുയായികളും തിരിച്ചടിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സാദിഖ് ഖാൻ്റെ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി ട്രംപ് ഇനി എന്തെങ്കിലും പ്രകോപനപരമായ പ്രസ്താവന നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. മംദാനി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയർ കൂടിയാണ് മംദാനി. ലണ്ടനിൽ മുസ്ലിമായ സർ സാദിഖ് ഖാൻ മേയറായ കാര്യത്തിൽ ട്രംപിന് കടുത്ത വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായി വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ചില പരാമർശങ്ങൾ പലതവണ ട്രംപ് നടത്തിയിരുന്നത്. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുന്ന വേളയിലും ട്രംപ് സർ സാദിഖ് ഖാനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ലണ്ടനിൽ സർ സാദിഖ് ഖാൻ ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് അവിടെയും ട്രംപ് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ മംദാനി വിജയിച്ചത് ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. മംദാനിയെ വിജയിപ്പിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള എല്ലാ ഫെഡറൽ ഫണ്ടുകളും ഇല്ലാതാക്കും എന്ന് വരെ ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ട്രംപും ന്യൂയോർക്കിലെ പുതിയ മേയർ മംദാനി തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മംദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 34 വയസ്സുകാരനാണ്. ട്രംപിൻ്റെ പേരക്കുട്ടിയാവാൻ മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ പോലും ട്രംപ് നിരന്തരമായി മംദാനിയെ ഭീകരമായി വിമർശിച്ചിരുന്നു. ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളായ ലണ്ടനിലും ന്യൂയോർക്കിലും മുസ്ലിങ്ങളാണ് മേയർമാർ എന്നുള്ളത് ട്രംപിനൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സർ സാദിഖ് ഖാൻ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് ട്രംപ് എന്താണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് മാധ്യമലോകം. സാദിഖ് ഖാൻ പറഞ്ഞത് ഭാവിയെക്കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മംദാനി എന്നായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മംദാനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് സാദിഖ് ഖാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നില്ല. എങ്കിൽ പോലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാർട്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ മംദാനിയുടെ തെരഞ്ഞെടുപ്പിന് അനുകൂലമായ രീതിയിൽ ലണ്ടനിലെ മേയർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി, അതായത് വോട്ട് ചോദിച്ചുകൊണ്ട് തന്നെ നടത്തിയ ഒരു അഭ്യർത്ഥന ഒരിക്കലും അദ്ദേഹം അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ട്രംപിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ അത്ര നല്ലതല്ലാത്ത ഭാഷയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ മംദാനി ന്യൂയോർക്ക് മേയറായതിനെയും മംദാനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സർ സാദിഖ് ഖാനെയൊക്കെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ വിമർശിക്കുക. ട്രംപിന് മതഭ്രാന്താണ് എന്നാണ് നേരത്തെ സർ സാദിഖ് ഖാൻ്റെ അനുയായികൾ വിശേഷിപ്പിച്ചിരുന്നത്. ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമറും നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. അത് ശരിയായ രീതിയിലുള്ള പ്രസ്താവനയല്ല ട്രംപ് നടത്തിയത് എന്നാണ് കീർ സ്റ്റാമറും വ്യക്തമാക്കിയിരുന്നത്. ബ്രിട്ടൻ പോലെയുള്ള ഒരു രാജ്യത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരത്ത് എങ്ങനെയാണ് ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ കഴിയുക എന്ന് നേരത്തെ പലവട്ടം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചിരുന്നു. ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ ലോകത്തെ പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പലപ്പോഴും തൻ്റെ എതിരാളികളുടെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതൊക്കെ തന്നെ ട്രംപിൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഈ മംദാനി മേയർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ട്രംപ് അതിശക്തമായ രീതിയിൽ അതിനെ എതിർക്കാൻ തുനിഞ്ഞിറങ്ങിയത്.